സനാതനധർമ്മ പ്രചാരകർ എന്ന നിലയിൽ ലോക ശ്രദ്ധ നേടുകയാണ് ഒരു പറ്റം ആളുകൾ, ഒരു പറ്റം സന്യാസിമാർ. അവർ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന കുംഭമേളയിലാണ് ഈ ആളുകളുടെ സാന്നിധ്യം കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ് ഇത്തരം രീതിയിൽ വ്യത്യസ്തരായിട്ടുള്ള സന്യാസിമാരെ പറ്റിയിട്ട്. അത്തരം രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ വൈറലാവുകയാണ് ഒരു ബാബ. റഷ്യയിൽ നിന്നാണ് ഇദ്ദേഹം ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് സനാതന ധർമ്മ പ്രചാരകനായിട്ട് ജീവിക്കുകയാണ്. ആരാണ് ആ വ്യത്യസ്തനായിട്ടുള്ള ആ ബാബ? കുംഭമേള വിസ്മയമാവുകയാണ് യഥാർത്ഥത്തിൽ. ലോകത്തിലെ ഏറ്റവും വലിയ വിസ്മയം എന്താണെന്ന് ചോദിച്ചാൽ ഈ മഹാകുംഭമേളയാണെന്ന് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മൊത്തത്തിൽ പറയും. കാരണം ഇതെന്താ ഇത് 40 കോടി ജനങ്ങളാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത് ഈ ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ്. 40 കോടി ജനങ്ങൾ എന്ന് പറയുമ്പം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. ഈ രാജ്യത്തിലെ ജനസംഖ്യയുടെ 1/4 വരുന്നു ഈ 40 കോടി എന്ന് പറയുന്നത്. അത്രയും ആളുകൾ ഈ കുംഭമേളയിൽ എത്തിക്കുകയാണ്. പിന്നെ അതിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും രസകരവുമായ കാര്യം ഈ വൈവിധ്യമാണ്. നമ്മൾ ഈ ലോകത്ത് ഈ പ്രാർത്ഥന കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. ഇപ്പം ഹജ്ജ് കർമ്മം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു ഇസ്ലാം മത വിശ്വാസികളുടെയും ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു. പക്ഷേ ഒരേ വേഷം, ഒരേ ആരാധന സമ്പ്രദായം, ഒരേ വിളികൾ, ഇതോടുകൂടി അവർ ഒരേ രീതിയിലുള്ള പ്രാർത്ഥന, ഇങ്ങനെയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. പിന്നെ ചില ക്ഷേത്രങ്ങളിലേക്കൊക്കെയുള്ള ദർശനം. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ശബരിമലയിലേക്കുള്ള തീർത്ഥാടനം, പിന്നെ കുംഭമേളയുമായിട്ടൊന്നും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ അവിടെയൊക്കെ ഒരേ ഒരു ലക്ഷ്യം, ഒരു ദൈവം, ഒരു വിശ്വാസം, ഒരേ വേഷം, ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ലോകത്ത് കാണുന്നത്. ഏത് ആരാധന, പിന്നെ അതുപോലെയുള്ള കൂട്ടമായി ചേർന്ന ആരാധന സമ്പ്രദായങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മറ്റ് ക്രിസ്ത്യൻ വിശ്വാസികളിൽ ഒത്തിരി പേര് കൂടുമെങ്കിലും ഇതേപോലെ ആൾക്കൂട്ടം ഉണ്ടാകാറില്ല. പക്ഷേ കുംഭമേള എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഒരു രീതിയാണ്, മഹാസംഘമാണ്. വൈവിധ്യങ്ങൾ സംഗമിക്കുകയാണ്. ഇതിനകത്ത് പിന്നെ ഭാരതത്തിൻ്റെ എല്ലാ വൈവിധ്യവും, ഒരർത്ഥത്തിൽ പറഞ്ഞ എല്ലാ സൗന്ദര്യവും ഇവിടെ ഉണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെടുന്നു. അത് ഔദ്യോഗികമായി പറഞ്ഞാൽ നമുക്കറിയാം 7000 കോടി രൂപ മുടക്കുന്നു. അതേ അവസരത്തിൽ 2 ലക്ഷം കോടി രൂപ തിരിച്ചു വരുന്നു ഈ ഇൻഫ്രാസ്ട്രക്ചർ വഴി. അല്ലെ അതിൻ്റെ അവിടുത്തെ ഉപയോഗം തിരിച്ചു വരുന്നതാണ്. സർക്കാർ എൻ്റെ ഖജനാവ് നിറയുന്നതെന്നാണ് ഈ നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗിയുടെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 100,000 വിസ്മയങ്ങളാണ് അവിടെ വരുന്നത്. ഇതിലെല്ലാ വിഭാഗത്തിലും ഹിന്ദുമതത്തിന് നമുക്കറിയാം, ഹിന്ദുമതം എന്ന് പറയുന്നത് എല്ലാ ധാരകളെയും ഉൾക്കൊള്ളുന്ന, അവിടെ നിരീശ്വരവാദം മുതൽ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നത് മുതൽ ഈശ്വരനെ പറ്റിയുള്ള എത്ര വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ് ഈ ഭാരതീയ തത്വചിന്തയിലുള്ളത്. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, ആത്മീയതയിൽ മാത്രം വിശ്വസിക്കുന്നത്. പക്ഷേ സ്പിരിച്വലായി നമ്മൾ ഒത്തിരി നമ്മളങ്ങനെ ഒരു വിശ്വാസത്തിലോ ഒരാളുടെ ഇതിലോ ഒന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് വിസ്മയ കാഴ്ചകൾ നമ്മളിവിടെ കാണിക്കും. അതിനകത്താണ് ഈ സന്യാസിമാരുടെ, ഭാരതീയ സന്യാസ പാരമ്പര്യത്തിൻ്റെ എല്ലാ വ്യത്യസ്തതകളും. ഇപ്പം നാഗസന്യാസിമാരുണ്ട്, അല്ലെങ്കിൽ പിന്നെ എല്ലാ പിന്നെ നമ്മുടെ ആ ഒരു വിശ്വാസങ്ങളിൽപ്പെട്ട സന്യാസിമാരുണ്ട്, അഖാഡകൾ, എല്ലാവരും. അത് 100,000 ഹിമാലയത്തിൽ നിന്നൊക്കെ ഈ തപസ്സിരിക്കുന്നവർ വരെ, ദീർഘകാലമായി ഗുഹകളിൽ കഴിഞ്ഞിരുന്നവരെ ഈ കുംഭമേളയിൽ സ്നാനത്തിനായിട്ട് പ്രയാഗ്രാജിലേക്ക് എത്തുന്നുണ്ട്. അത് ഇത്തവണ മഹാകുംഭമേളയാണല്ലോ നടക്കുന്നത്. അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഒരുപാട് നമുക്ക് മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്തത്ര വിധത്തിൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭാവനയ്ക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വിധത്തിൽ അത്ഭുത സിദ്ധികളുള്ളവർ, അല്ലെങ്കിൽ എന്തായാലും പറയുക ജീവൻ മുക്തരായവർ, നമ്മൾക്ക് ജീവിതത്തെ പറ്റിയുള്ള ഒരു സങ്കല്പം തന്നെ മാറി മറിഞ്ഞു പോകും ഇത്തരക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ. നമ്മൾ സാധാരണഗതിയിൽ ജീവിച്ച് മരിക്കുന്ന, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ജീവിച്ച് പ്രാർത്ഥിച്ച് ജനിച്ച് ഇങ്ങനെ പോകുന്നവരിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് ഈ ഒരു ജനക്കൂട്ടം എന്ന് പറയുന്നത്. ഈ കൂട്ടം എന്ന് പറയുന്നത് അവിടെ എല്ലാ ആരാധനകളും, പക്ഷേ ഈ ആരാധനകളെല്ലാം ഒത്തുചേരുന്ന ഒരു സങ്കല്പമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് മുഴുവൻ വൈവിധ്യമാണ്, വ്യത്യസ്തതകളാണ്. അങ്ങനെയാണ്. അപ്പം ഈ താങ്കളിപ്പോൾ പറഞ്ഞ ഈ ആത്മപ്രേമഗിരി മഹാരാജ് എന്ന് പറയുന്ന ആള്, അത്തരത്തിൽപ്പെട്ട ഒരുപാട് സന്യാസിമാരുണ്ട്. ആത്മപ്രേമ മഹാരാജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ റഷ്യക്കാരായിരുന്നു. അദ്ദേഹം അധ്യാപകനായിരുന്നു. അദ്ദേഹം 30 വർഷക്കാലം ഈ പിന്നെ ഭാരതീയ തത്വചിന്തയുടെ സ്പിരിച്വൽ വശങ്ങൾ, ആധ്യാത്മികമായ വശം പഠിപ്പിക്കാൻ, അത് പഠിക്കാനും പഠിപ്പിക്കാനും അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സിദ്ധാന്തങ്ങൾക്ക് ഒരു പ്രശ്നം. അത് പഠിക്കാനേറെ ഉണ്ട്, പഠിപ്പിക്കുന്നതോടൊപ്പം പഠിപ്പിക്കാനുമുണ്ട്. അത് തന്നെയല്ല, അത് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമാകൂ എന്ന് നമ്മൾ വിശ്വസിക്കുകയും അങ്ങനെ അതനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തെ പറ്റിയുള്ള അതാണ് പറഞ്ഞു വന്നത്. അദ്ദേഹം 7 അടി ഉയരമുള്ള ഒരു, അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ അങ്ങനെ ഒരു ഭീമാകാരമായ രൂപമാണ്. 7 അടി ഉയരം ആണ് അദ്ദേഹത്തിന്. അതിനൊത്ത ശരീരവും ഉണ്ടാകുമല്ലോ അദ്ദേഹത്തിന് ഉണ്ടാകും. അത് ഇപ്പോൾ നേപ്പാളിലാണ് താമസിക്കുന്നത്. നേപ്പാൾ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഈ പരശുരാമൻ്റെ അവതാരമായിട്ട്
ആളുകൾ എഴുതുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവതാരങ്ങൾ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഹൈന്ദവ തത്വഗതിയെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയ തത്വഗതിയെ സംബന്ധിച്ചിടത്തോളം അവതാരങ്ങളുണ്ട്. അവതാരങ്ങൾ എന്ന് പറയുന്നത് ഉൾക്കൊടി വിണ്ടലത്തോളം ഉയർന്നതാകാം, അല്ലെങ്കിൽ നക്ഷത്രം താഴേക്ക് പതിച്ചതാകാം. രണ്ട് വിധത്തിലുമുണ്ട്. നമുക്ക് താഴെയുള്ള ഉൾക്കൊടിയൊക്കെ വിണ്ടലത്തോളം ഉയരാൻ കഴിയും, അങ്ങനെയാണ് ഈ സങ്കല്പം എന്ന് പറയുന്നത്. അതേസമയം നക്ഷത്രത്തിന് താഴേക്ക് വരാനും കഴിയും എന്നുള്ളതാണ് മനുഷ്യർ. ആ വിധത്തിൽപ്പെട്ട ഒരു അവതാരങ്ങളുടെ ഗണത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ആത്മപ്രേമ മഹാരാജിനെ പറ്റി നമ്മൾ പറയുന്നത്. ജൂണ അഖാര എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് കഴിഞ്ഞത് ഭയങ്കരമായിട്ട് അങ്ങ് വൈറലാകാണ്. ഭയങ്കര വെച്ചാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ്, അത് ലക്ഷങ്ങളിലേക്ക് കടക്കുകയാണ് നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പം അദ്ദേഹത്തെ കാണുന്നവർ അദ്ദേഹത്തിൽ കാഴ്ചയിൽ തന്നെ ആകൃഷ്ടരായി മാറുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അതിലേറെ ആകൃഷ്ടരാകുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസം എന്ന് പറയാവുന്ന വ്യക്തിയാണ്. ഇതിന് പരശുരാമൻ്റെ അവതാരമായിട്ടാണ് ഭക്തന്മാർ കാണുന്നത്. പരശുരാമൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒന്നാണ് പരശുരാമൻ. പരശുരാമന് അങ്ങനൊരു ഈ പൗരുഷത്തിൻ്റെയും അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെയാണ്. പരശുരാമനെ പറ്റിയുള്ള ഒരു കഥ നമുക്കറിയാമല്ലോ. ഈ ജമദഗ്നി മഹർഷിയുടെ പുത്രനാണ് പരശുരാമൻ. ജമദഗ്നി മഹർഷിയുടെ പത്നി രേണുക ഉണ്ടായിരുന്നു. രേണുക എന്ന് പറയുന്ന മാതാവിനെ വധിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോൾ മടി കൂടാതെ വധിച്ചയാളാണ് പരശുരാമൻ. അതാണ് പരശുരാമനെ പറ്റിയുള്ള ഒരു കഥ. പക്ഷെ പിന്നെ അദ്ദേഹം പിതാവിനോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ എന്താണ് വരം പിതാവിന് വേണ്ടി. അത് മറ്റു ചില കാര്യങ്ങളുടെ പേരിലാണ്, ചില സംശയങ്ങളുടെ പേരിൽ അദ്ദേഹം പറയുമ്പോഴാണ് അദ്ദേഹം പിതാവിന് വേണ്ടി പിതാവിൻ്റെ ആജ്ഞ ഉടൻ അനുസരിക്കുകയാണ് പരശുരാമൻ ചെയ്യുന്നത്. പിന്നെ പരശുരാമനെ പറ്റി നമ്മൾ കേൾക്കുന്നത് ഈ ക്ഷത്രിയ കുലാന്തകൻ എന്നാണ്. ക്ഷത്രിയൻ, അത് ക്ഷത്രിയ കുലത്തെ മുഴുവൻ നിഗ്രഹിച്ച് രുധിരപാലം ചെയ്തയാളാണ് പരശുരാമനെന്ന്, അങ്ങനെ ഒരു സങ്കല്പം പരശുരാമനെ പറ്റിയുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തെ പറ്റിയുള്ള നമ്മൾ കാണുന്ന പരശുരാമ കഥ കേൾക്കുന്നത് ഈ ശ്രീരാമ പരശുരാമ സംവാദമുണ്ട്. സീതാസ്വയംവരം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അവിടെ വെച്ചാണ് പരശുരാമൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ച് മഹേന്ദ്രാചലത്തിലേക്ക് പോകുന്നത്. താൻ ചെയ്ത പാപങ്ങൾ, താൻ ചെയ്ത കുറ്റങ്ങൾ ഇതൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ സീതാസ്വയംവരം കഴിഞ്ഞു വരുന്ന രാമനെ എന്താ പറയുക, അവിടെ വെച്ച് ഏറ്റുമുട്ടാൻ ശ്രമിക്കുകയും ഏറ്റുമുട്ടൽ എന്താ പറയുന്നത് ഈ ശൈവജാപം അദ്ദേഹം ഈ വില്ല ഒടിച്ചാണല്ലോ അദ്ദേഹം മഹാവൈഷ്ണവജാപം ഒടിച്ചാണല്ലോ ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കുന്നത്. എൻ്റെ കയ്യിൽ ഞാനൊഴിഞ്ഞൊരു രാമനിലെ ത്രിഭുവനത്തിൽ നിന്നാണ് രാമായണത്തിൽ പരശുരാമ ശ്രീരാമനോട് ഏറ്റുമുട്ടിക്കൊണ്ട് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അവതാര പുരുഷനായിട്ടാണ് പരശുരാമനെ നമ്മൾ കാണുന്നത്. പിന്നെ പരശുരാമനെ പറ്റി നമ്മൾക്ക് മലയാളി ഓർത്തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണ്. ഗവർണത്തിൽ നിന്നും ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും ഈ ക്ഷത്രിയ രാജാക്കന്മാരെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം ഈ വഴി പറഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്നുള്ള. അപ്പം അങ്ങനെ നമ്മളെ സംബന്ധിച്ചൊരു ഇതാണല്ലോ, ഒരു ഹൈന്ദവത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വൈരുദ്ധ്യങ്ങളും ഒത്തിരി വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാവില്ല. ഒരു അതെ, അതിങ്ങനെ ഇഴപിരിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനകത്ത് ശരിയോ ഇത് അതുകൊണ്ടാണല്ലോ ഇതിനെ ഇതൊക്കെ നടക്കുന്നതാണോ എന്നുള്ള സങ്കല്പത്തിലാണല്ലോ മിത്താണോ എന്ന് നമ്മുടെ ആളുകൾ ചോദിക്കുന്നത്. മിത്താണ്. പക്ഷേ മിത്തെന്ന് പറയുന്നത് ദൈവീകതയിൽ ഊന്നിയ ഒരു മിത്താണ്. അത് വേറൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നുള്ളതേ ഉള്ളൂ. പരശുരാമനെ പറ്റി പറഞ്ഞു വന്നപ്പോൾ, ഈ അവതാരങ്ങളെ പറ്റി പറഞ്ഞു വന്നപ്പോൾ, നമ്മൾ ചർച്ച ചെയ്യുന്ന ആത്മപ്രേമഗിരി മഹാരാജ് എന്ന് പറയുന്ന സ്വാമി പരശുരാമൻ്റെ അവതാരമാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാണ്. അദ്ദേഹമാണ് ഇതാണ് ഇദ്ദേഹത്തെ പറ്റി നമുക്ക് ലഭ്യമായിട്ട് വിവരങ്ങൾ. പക്ഷേ ഈ ആത്മപ്രേമഗിരി മഹാരാജ് മാത്രമല്ല, മസ്കുലർ ബാബ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. മസ്കുലർ ബാബ, അതായത് നമ്മൾ പറഞ്ഞു അദ്ദേഹം 7 ഉയരവും 18 ശരീരമൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ മസ്കുലർ ബാബ എന്ന് വിളിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒത്തിരി നേരത്തെ പറഞ്ഞ ഒരുപാട് അനുയായികളും വരാതുണ്ട്. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തെ പോലെ തന്നെ വേറെ പലരുമുണ്ട്. ഒരു IIT ബാബ എന്നൊരാൾ, ഒരു എയറോസ്പേസ് എഞ്ചിനീയർ ആയിരുന്നു. അതൊക്കെ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചുകൊണ്ട് IIT ബാബ. അതുപോലെ അംബാസിഡർ ബാബയുണ്ട്, ചായ് വാലെ ബാബയുണ്ട്, PGN ബാബ. 30 വർഷമായിട്ട് ഒരു പ്രാവ് തൻ്റെ കൂടെ തന്നെ ജീവിക്കുന്ന, തൻ്റെ തലയിൽ എപ്പോഴും നിൽക്കുന്ന ഒരു പ്രാവുണ്ട്. അങ്ങനെ ഒരു ബാബയുണ്ട്. അദ്ദേഹം ഈ കുംഭമേളയിൽ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, ഇവരൊക്കെ ഈ സ്പിരിച്വാലിറ്റി അന്വേഷിച്ചിറങ്ങിയവരാണ്. ഇവരിൽ പലരും വളരെ ഉന്നതമായ പുത്തൻ കാലഘട്ടത്തിൽ പുതിയ സമ്പ്രദായങ്ങൾ അനുസരിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ കഴിയുന്നവരും ജീവിതത്തിൻ്റെ എല്ലാവിധമായ ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ കുഴപ്പമില്ലാതെ അങ്ങനെ പോകാൻ കഴിയുന്ന ആൾക്കാരാണ്. അതെല്ലാം വിഴിഞ്ഞുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് അതെല്ലാം വിഷയിച്ച് അവൾ ജീവിതത്തിൻ്റെ നശ്വരതയിലേക്ക് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അനശ്വരമായതിനെ തേടിയുള്ള ഒരു യാത്രയാണ്. ഒരർത്ഥത്തിൽ കുംഭമേളയും അങ്ങനെ തന്നെയാണ്.
അനശ്വരതയിലേക്ക് തേടാനുള്ള മനുഷ്യൻ്റെ എത്തിച്ചേരാനുള്ള മനുഷ്യൻ്റെ ഒരു പ്രയാണത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഈ കുംഭമേള. അനശ്വരത ഈ സംഭവം അന്വേഷിച്ചുകൊണ്ട് നിരവധി ആളുകൾ നേരത്തെ ഈ ഇന്ത്യയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അത്തരത്തില് വളരെ പ്രസിദ്ധനായിട്ടുള്ള ആളാണ് സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്നത്. ആപ്പിളിന്റെ സഹസ്ഥാപനായിട്ടുള്ള സ്റ്റീവ് ജോബ്സ് 1974 അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ കുംഭമേളയിൽ വരികയും അതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഒരു രാജ്യത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയേറെ വൈവിധ്യമായ, ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ വീണ്ടും വരികയാണ്, ഇതേ ഏകീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായവും ലോകത്തില്ല. ഇത്രയേറെ ആളുകൾ പങ്കെടുക്കുന്ന മറ്റൊരു സംഭവവും ലോകത്തില്ല. ഇത്രയേറെ ആളുകൾ, വ്യത്യസ്തരായ ആളുകൾ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലവും ലോകത്തില്ല. ഇത്രയേറെ എന്താ പറയുന്നത്, ഈ നമ്മൾ ഈ നേരിട്ട് കാണുന്നതിനപ്പുറത്ത് ഉള്ള കാര്യങ്ങൾ, ഇതൊരു അന്വേഷണമാണ്. ഇത് ഭൗതികമായി ഒന്നും തേടിയുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നേടിത്തരാനുള്ള, നമ്മളെ അറിയാനുള്ള മനുഷ്യൻ്റെ അതാണ് അനശ്വരത എന്താണെന്ന് അറിയാനുള്ള. അനശ്വരത എന്ന് പറയുമ്പോൾ ഡിവിനിറ്റി എന്താണെന്ന് അറിയാം. ഡിവിനിറ്റി എന്ന് പറയുന്നതിനപ്പുറം സ്പിരിച്വാലിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള, ആത്മീയത എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാനുള്ള, അത് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു നാട് എന്നുള്ള നിലയിൽ ഭാരതത്തിന് അഭിമാനിക്കാം. ഇതിൽ യഥാർത്ഥത്തിൽ ചില ആളുകൾ ഒരു സംശയം ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഈ ത്രിവേണി സംഗമത്തിലൊക്കെ ഇത്രയും ആളുകൾ ഒത്തുകൂടി അതിൽ മുങ്ങുക, അപ്പൊ ആ വെള്ളമൊക്കെ വളരെ വൃത്തികെട്ട വെള്ളമായിരിക്കില്ലേ? മലമൂത്ര വിസർജനം അവിടെയാണ് എങ്ങനെയാണ് ആളുകൾ ചെയ്യാൻ പറ്റുന്നത്? അതും ഒരു അത്ഭുതമാണ്. ഈ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം അതും ഒരു അത്ഭുതമാണ് ഈ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം. കാരണം അതിൻ്റെ അത്തരം സൗകര്യങ്ങൾ എന്ന് പറയുന്നത് എത്തിച്ചേരുന്ന ജനകോടികൾക്ക് ഭൗതികത വെടിയാ. അല്ല, ഞാൻ പറഞ്ഞ അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് മറ്റൊരു വിസ്മയമാണ്. അത് നമ്മൾ ഈ പറഞ്ഞത് ആത്മീയതയുടെ വിസ്മയമാണെങ്കിൽ ഭൗതികമായി അതിനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഭരണകൂടം കൃത്യമായി ഈ പൈസ രൂപ മുടക്കി ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അത് ഇത്രയേറെ ഒരാളവിടെ എത്തിച്ചേരുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് 10,000 രൂപയെങ്കിലും ചിലവഴിക്കപ്പെട്ടിരിക്കും ആ പ്രദേശങ്ങളിൽ നിന്ന് എന്ന് കരുതപ്പെടുന്നുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു എക്കണോമിക്, എന്താ പറയുന്നത്, ഒരു സാമ്പത്തിക കണക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഒരു സാമ്പത്തിക വശം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും താങ്കളുടെ ചോദ്യത്തിൽ പറഞ്ഞ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഹൈജീനിക്കായിട്ട് കൃത്യമായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം ലോകത്ത് യോഗി മാജിക് കൂടിയാണ്. തീർച്ചയായിട്ടും ഉത്തർപ്രദേശിലെ ലോകമാണ് ഉത്തർപ്രദേശിലേക്ക് നോക്കുന്നത്. ലോകം മുഴുവൻ, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അത്ഭുതത്തോടെ. കാരണം എങ്ങനെയാണ് ഇത് ഇത്രയും ആസൂത്രണത്തോടു കൂടിയിട്ട് ഇത്രയും ആളുകളൊക്കെ വരുന്ന ഈ ഒരു ഉത്സവത്തെ സംഘാടനം നടത്തുന്നത് എന്നുള്ളത് ഒരു വലിയ പഠന വിഷയമാണ്, ഗവേഷണ വിഷയമൊക്കെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഗവേഷണ പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് ഒരു രാജ്യത്തിന്റെ സംസ്കാരവും, ഒരു രാജ്യത്തിന്റെ ഹെറിറ്റേജ്, പാരമ്പര്യവും, ഒരു രാജ്യത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളും ഇതിനെ പറ്റിയുള്ള അന്വേഷണങ്ങളിലേക്ക് തിരിയും അതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഭാരതം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലേക്ക് ഈ അർത്ഥത്തിൽ എത്തിച്ചേരാൻ പോവുകയാണ് ഈ കുംഭമേളയിലൂടെ.